ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 ചൊവ്വാഴ്ചയാണ്. ഇന്നലത്തെ ഇന്ത്യൻ വിപണിയിലേക്കാണ്. ഇന്നലെ ഇന്ത്യൻ വിപണികൾ ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചെങ്കിലും പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇടിയുകയായിരുന്നു. ഇനി ഇന്നത്തെ ടോപ്പ് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയാനുള്ളത് RBI നിരക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ളത് തന്നെയാണ്. നിലവിലെ സാമ്പത്തിക ഡാറ്റ മറ്റൊരു റിപ്പോ നിരക്ക് കുറയ്ക്കലിന് സാധ്യത കാണിക്കുന്നെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത. ഡിസംബർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെയാണ് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അത് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഡിസംബർ 3 മുതൽ 5 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലാണ് അന്തിമ തീരുമാനമെടുക്കുക. ഇത്തരത്തിൽ ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകാനുള്ള സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. അത്തരത്തിൽ CPI ഇൻഫ്ലേഷൻ ഡാറ്റ സെപ്റ്റംബറിൽ 1.44% നിന്ന് ഒക്ടോബർ മാസത്തിൽ പുറത്തു വന്നപ്പോൾ അത് 0.25% മാത്രമായിട്ട് കുത്തനെയുള്ള ഒരു ഇടിവ് കാണിച്ചിരുന്നു. നിലവിലുള്ള നിരക്ക് കുറയ്ക്കലിന്റെ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഏകദേശം 100 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റേറ്റ് കട്ടാണ് RBIയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഏതായാലും ഇതോടുകൂടി RBIയുടെ ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ വീണ്ടും ഉയർന്നു കഴിഞ്ഞു. മറ്റൊരു വാർത്തയിലേക്കാണ്. ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് അഗ്രിമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ നമ്മൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പറഞ്ഞു. ഇപ്പോഴിതാ ഇന്ത്യയും കാനഡയുമായി ബന്ധപ്പെട്ട വ്യാപാര ചർച്ചകൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയും കാനഡയും സമ്മതിച്ചു. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കാരണം 2 വർഷത്തിലേറെയായി വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ചിരുന്നു. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും ഇപ്പോൾ ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണ്. ഈ കരാറുമൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ഏതൊക്കെ കമ്പനികളും ഏതൊക്കെ സെക്ടറുകളുമാണ് ഫോക്കസിൽ വരിക എന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. മറ്റൊരു വാർത്തയിലേക്ക്, അടുത്തതായി ടെക്സ്റ്റൈൽ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കേന്ദ്ര വിജ്ഞാപനം ചെയ്ത പുതിയ ലേബർ കോഡുകൾ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിക്കാരുടെ വേതന ബില്ലും അനുസരണ ചെലവുകളും വർദ്ധിപ്പിച്ചേക്കും. കയറ്റുമതിക്കാർ ഇതിനകം തന്നെ വളരെ കുറഞ്ഞ മാർജിനുകളും US താരിഫ് സമ്മർദ്ദവും നേരിടുന്നുണ്ട്. ഈ ഒരു വാർത്ത ഏതായാലും ഷോർട്ട് ടേമിലേക്ക് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ളത്. ഇനി ഇതുവഴി ഒരു സമ്മർദ്ദത്തിലാവാൻ സാധ്യതയുള്ളത് ഗോകുൽദാസ് എക്സ്പോർട്സ്, KPR മിൽസ്, അരവിന്ദ് ലിമിറ്റഡ്, പേജ് ഇൻഡസ്ട്രീസ്, ലക്സ് ഇൻഡസ്ട്രീസ്, ഡോളർ ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. ഇനി ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷനാണ് വാച്ച് ചെയ്യാൻ പോകുന്നത്. തിങ്കളാഴ്ച വാൾസ്ട്രീറ്റ് ഓഹരികൾ ഉയർന്നു. ഡിസംബറിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് US വിപണികൾ ഉയരാൻ കാരണമായത്. നിരക്ക് കുറയ്ക്കലിന്റെ പ്രതീക്ഷകൾ കാരണം ടെക് ഓഹരികൾ തന്നെയാണ് ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇന്നലെ US മാഗ്നിഫിസന്റ് 7 കമ്പനികൾ തന്നെയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അതിനാൽ നാസ്ഡാക്ക് ഇന്നലെ ഉയർന്നത് 2.69% S&P 500 1.55% ഉയർന്നു. ഡൗ ജോൺസ് 0.44% ഉയർന്നത്. ഇന്നലെ S&P 500 സെക്ടറുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആയിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 2.4% ഇടിവിലും വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.79% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.94% ഇടിവാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 2% ഇടിഞ്ഞു. ഇനി ഏഷ്യൻ വിപണികളിലേക്ക്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.80% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.28% നേട്ടത്തിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,991 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂറോപ്യൻ വിപണിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫ്രാൻസ് മാർക്കറ്റും അതുപോലെ UK മാർക്കറ്റും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ജർമ്മൻ മാർക്കറ്റും അതുപോലെ പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1% മുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 91,760 രൂപയാണ്. ബിറ്റ് കോയിനിലേക്ക്. ഇന്നലെ ചെറിയൊരു റിക്കവറിയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ് കോയിനിൽ നമുക്ക് ലഭിച്ചത്.
ഇപ്പോൾ $88,000 ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. US റേറ്റ് കട്ടിനുള്ള സാധ്യതകളും കൂടാതെ ഉക്രൈൻ പീസ് ഡീലും സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇന്നലെ ഓയിൽ പ്രൈസ് ഉയരാൻ കാരണമായത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1.3% ഉയർന്നപ്പോൾ WTI 1.34% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി വൈദ്യുതി കണ്ടക്ടർ വിതരണം ചെയ്യുന്നതിനായി അദാനി എനർജി സൊല്യൂഷനിൽ നിന്ന് 276 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്ത സൂര്യ റോഷിനി എന്ന കമ്പനി കോട്ടഡ് സ്പൈറൽ പൈപ്പുകൾ വിതരണം ചെയ്യുന്നതിനായി 105 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തതായി ഐറിസ് ലൈഫ് സയൻസസ് എന്ന കമ്പനിയാണ്. അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ സ്വിസ് പാരൻസിൽ നിന്ന് 30% ഓഹരികൾ 423 കോടി രൂപയ്ക്ക് കമ്പനി വാങ്ങുന്നു. അടുത്ത സീഗാൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി കമ്പനിക്ക് 20 കോടി രൂപയുടെ റോഡ് നിർമ്മാണത്തിനുള്ള ഒരു കരാർ കമ്പനി നേടി. അടുത്ത പാവന ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ 250 കോടി രൂപ നിക്ഷേപിക്കുന്നതിന് UP സർക്കാരുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്ത പാരാസ് ഡിഫൻസ് എന്ന കമ്പനിയാണ്. തദ്ദേശീയ MRI മാഗ്നറ്റ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി IUACയുമായി ഒരു ധാരണാപത്രത്തിൽ കമ്പനി ഒപ്പുവെച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെയും വലിയ സെല്ലിങ്ങിലേക്കാണ് പോയത്. 4172 കോടി രൂപയ്ക്കാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 4512 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. എന്നിരുന്നാലും കഴിഞ്ഞ 5 മാസമായിട്ട് FIS സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. ഈ മാസം ഇതുവരെ 18,013 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,960 109 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അപ്സൈഡിലേത് വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലിംഗ് സോൺ തന്നെയാണ്. പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈ ലെവലൊക്കെ അതിനൊക്കെ അടുത്ത് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലിംഗ് സോണാണ്. അവിടെ നിന്നാണ് വീണ്ടും ഒരു ഇടിവ് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് വെള്ളിയാഴ്ച ഫോമായിരിക്കുന്ന ക്യാൻഡിൽ ഒരു ഇൻവേർട്ടഡ് ഹാമറിന് സമാനമായ ക്യാൻഡിലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒന്ന് കോഷ്യസ് ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. കൃത്യമായി തന്നെ അത് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഫോൾ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. കൂടാതെ ഇന്ന് F&O മന്ത്ലി എക്സ്പയറി കൂടിയാണ്. നല്ല വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിഫ്റ്റിക്ക് 10-day EMAയ്ക്ക് തൊട്ട് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് മാത്രമാണ് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാൻ കഴിയുന്നത്. മറ്റുള്ള എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും MACD ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. ഇനി ഡൗൺ സൈഡിൽ വളരെ ക്രൂഷ്യലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 21-day EMA ആണ്. ഏകദേശം 25,850 ലെവലിലൊക്കെയാണ് 21-day EMA ഉള്ളത്. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ 25,700 അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. 25,950 സ്ട്രൈക്കിൽ 30% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 250% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,900 സ്ട്രൈക്കിൽ 8% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത് പുട്ട് സൈഡിൽ. എന്നാൽ കോൾ സൈഡിൽ 40% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 26,000 സ്ട്രൈക്കിലും 10% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് തന്നെയാണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിൽ 75% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കിംഗ് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്ക് 26,000 തന്നെയാണ്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,835 32 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞതാണ് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റിവേഴ്സൽ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഡൗൺ സൈഡിൽ 58,598 ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,500. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ
55% ഡിസ്കൗണ്ടോട് കൂടി 1299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. കൂടാതെ പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.